റോഷിപാൽ നമുക്കൊപ്പം മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ കൂടി വന്നിരിക്കുന്നു. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ ശക്തമായി ചൂടുപിടിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രീയ വാർത്തകളായി അനിൽ ആന്റണിയുടെ വാർത്തയും ഇന്നലെ മുരളി മന്ദിരത്തിൽ പത്മജ BJP അംഗത്വം വിതരണം ചെയ്ത വാർത്തയും എത്തിയത്. മക്കൾ രാഷ്ട്രീയം വീട് വിട്ടിറങ്ങിയൊരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും. ഇന്നലെ ദല്ലാൽ നന്ദകുമാർ വലിയ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയത് അനിൽ ആന്റണിക്കെതിരെ. CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് വേണ്ടി 25 ലക്ഷം രൂപ അനിൽ ആന്റണി തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന ഗുരുതരമായ ആരോപണമാണ് ഇന്നലെ ദല്ലാൽ നന്ദകുമാർ നടത്തിയത്. ഈ വിഷയത്തോട് UDFിൻ്റെ പ്രതികരണം ഇപ്പോൾ കരുതലോടുകൂടിയാണ്. എന്നാൽ LDF അതൊരു വലിയ പ്രചരണ വിഷയമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. റോഷിപാൽ, വെരി ഗുഡ് മോർണിംഗ്. അനിൽ ആന്റണിക്കെതിരെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണങ്ങളെ എങ്ങനെയാണ് മൂന്ന് മുന്നണികളും നേരിടുന്നത്? UDF അല്പം കരുതലോടുകൂടിയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് തോന്നുന്നു, അല്ലേ? അൻകുമാർ, സംശയമില്ല, UDF നേതൃത്വം ഈ കാര്യത്തിൽ വളരെ കരുതലോടെ തന്നെയാണ്. ഒപ്പം NDAയും സമാനമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാക്കിയാൽ അത് തിരിച്ചടിയാകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് അത് പ്രതിക്കൂട്ടിലാകുക ഒന്ന് NDA, രണ്ടാമത്തത് UDF മുന്നണിയാണ്. കാരണം പ്രതിരോധ മന്ത്രിയായിരിക്കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി ആന്റണി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അഴിമതി നടത്തിയെന്ന ആരോപണം ഉയരുമ്പോൾ അത് സ്വാഭാവികമായും അതിന് ആന്റണി തന്നെ ഉത്തരം പറയേണ്ടി വരും. അനിൽ ആന്റണി ആണെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ തയ്യാറാകുന്നുമില്ല. വ്യക്തമായും ഇത് നിഷേധിക്കുകയാണെങ്കിൽ താൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. ദല്ലാൽ നന്ദകുമാർ അത്തരത്തിൽ തെളിവുകൾ പുറത്തുവിടുമോ എന്നതാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ദല്ലാലിന്റെ കൂടുതൽ പ്രതികരണം വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ വിഷയം ഇന്നലെ തന്നെ നിഷേധിക്കുകയാണ് അനിൽ ആന്റണി ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാളയത്തിൽ നിന്നും NDA പാളയത്തിൽ അഭയം തേടിയ അനിൽ ആന്റണി പോകാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ അന്വേഷണമാണെന്ന് ദല്ലാൽ പറയുമ്പോൾ അത് രാഷ്ട്രീയ ആയുധമാക്കി LDF മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സ്വാഭാവികമായും ഉത്തരം പറയേണ്ടി വരികയും പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയും ചെയ്യുക UDFും ഒപ്പം NDA ആണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതാണ് ഇനി ചർച്ചയാകേണ്ടത്. LDF ഇത് ഏതൊക്കെ തരത്തിൽ അത് പ്രചരണായുധമാക്കും, അതിനനുസരിച്ച് പ്രതിരോധം തീർക്കാൻ ശ്രമം UDFിന്റെയും NDAയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ കൃത്യമായി ഇത് ചർച്ചയാക്കാൻ ഇരു മുന്നണികൾക്കും NDAക്കോ UDFിനോ താല്പര്യമില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കരുതലോടെ പ്രതികരിക്കും. തൽക്കാലത്തേക്ക് ഇത് അവഗണിക്കണം എന്ന ഒരു ആലോചന പല നേതാക്കളുടെ ഭാഗത്തുനിന്നും, അത് UDFിലായാലും ഒപ്പം NDAയിലായാലും അത്തരത്തിലൊരു അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ LDF നേതാക്കളുടെ പ്രതികരണവും ദല്ലാലിന്റെ തുടർ പ്രതികരണങ്ങളും നോക്കി അത് വിലയിരുത്തിയതിനു ശേഷമാകും ഒരുപക്ഷെ UDFും NDAയും ഈ കാര്യത്തിൽ ഒരു ഏതു തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കണം എന്നതിനെ കുറിച്ചുള്ള ആലോചന നടത്തുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ.